ഇരുളടഞ്ഞതും തണുത്തുറഞ്ഞതുമായ ഒരു തടവറയുടെ നനഞ്ഞ തറയിൽ ഡങ്ക് നിസ്സഹായനായി ഇരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നതിന്റെയും ഇടിമുഴക്കത്തിന്റെയും ഭയാനകമായ ശബ്ദം ആ കരിങ്കൽ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ജനൽ കമ്പികളിലൂടെ ഒരു എലി ഇഴഞ്ഞുവന്നത്. ആ കൊടും ഏകാന്തതയ്ക്ക് ഒരു കൂട്ടുകിട്ടിയതുപോലെ ഡങ്ക് തന്റെ വിറയ്ക്കുന്ന കൈകൾ നീട്ടി അതിനെ മെല്ലെ തലോടാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ആ തടവറയുടെ വലിയ ഇരുമ്പുവാതിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. അവിടെ രാജകീയമായ വസ്ത്രങ്ങളണിഞ്ഞ് തികച്ചും ഒരു പ്രഭുവിനെപ്പോലെ എഗ്ഗ് നിൽപ്പുണ്ടായിരുന്നു. ആ കൊടുംവിശപ്പിൽ ഡങ്ക് തന്റെ മുന്നിലിരിക്കുന്ന റൊട്ടി വാങ്ങിത്തിന്നു തുടങ്ങി. വല്ലാത്തൊരു സങ്കടത്തോടെ എഗ്ഗ് പറഞ്ഞു, "നിങ്ങളെ വഞ്ചിച്ചതിന് ഞാൻ തന്നെ നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് എന്റെ അമ്മാവൻ പറഞ്ഞു." ഭക്ഷണം ചവച്ചിറക്കുന്നതിനിടയിൽ കോപത്താൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഡങ്ക് ചോദിച്ചു, "നിന്റെ അമ്മാവനോ? അയറൺ ത്രോണിന്റെ അവകാശിയായ ആളോ?" അവന്റെ ശബ്ദം ആ തടവറയുടെ ചുവരുകളിൽ തട്ടിവിറകൊണ്ടു. താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ശാരീരികമായ വേദനകളേക്കാൾ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത് ഇത്രയും കാലം താൻ ജീവന് തുല്യം സ്നേഹിച്ച എഗ്ഗ് തന്നോട് നുണ പറയുകയായിരുന്നു എന്ന ക്രൂരമായ സത്യമാണ്. അത്രയും വലിയൊരു വഞ്ചന അവനൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ആർത്തലയ്ക്കുന്ന മഴയുടെ ശബ്ദത്തെപ്പോലും മറികടക്കുന്ന ദേഷ്യത്തോടെ അവൻ എഗ്ഗിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ചെറിയ രാജകുമാരൻ വലിയൊരു ഭാരത്തോടെ ഓരോന്നായി വിശദീകരിച്ചു. "അതെ, ഇതുവരെ 4 ഏഗോൺമാർ രാജാക്കന്മാരായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു." ഇത് കേട്ടപ്പോൾ ഡങ്കിന് തോന്നി ഈ രാജകുമാരൻ തന്നെ വെറുമൊരു കളിപ്പാവയാക്കി മാറ്റുകയായിരുന്നുവെന്ന്. കാരണം ടാർഗറിയൻ രാജവംശം അവരുടെ സത്യസന്ധതയുടെയോ കരുണയുടെയോ പേരിലല്ല ലോകമെമ്പാടും അറിയപ്പെടുന്നത്. അവർ തങ്ങളുടെ ഇരകളെ വെച്ച് ക്രൂരമായി കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സാക്ഷാൽ ഡ്രാഗണിന്റെ രക്തമുള്ള അവർ സാധാരണക്കാരുടെ വികാരങ്ങൾക്ക് ഒരിക്കലും വില നൽകില്ലെന്ന് അവന് മനസ്സിലായി. ആ ഇടുങ്ങിയ തടവറയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ എഗ്ഗ് തന്റെ സങ്കടങ്ങൾ ഓരോന്നായി തുറന്നു പറയാൻ തുടങ്ങി. അവൻ യഥാർത്ഥത്തിൽ തന്റെ സഹോദരനായ ഡെയറോണിനു വേണ്ടി ഒരു സേവകനായി നിൽക്കേണ്ടതായിരുന്നു എന്ന് അവൻ വിശദീകരിച്ചു. എന്നാൽ ഹെൻറി ആഷ്ടൺ അവതരിപ്പിച്ച ആ സഹോദരൻ തീരെ കഴിവില്ലാത്തൊരു മോശം പടയാളിയും ഒരു തികഞ്ഞ മദ്യപാനിയുമായിരുന്നു. മാത്രമല്ല, അവന് ആ പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ആ ടൂർണമെന്റ് പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ അവർ ആദ്യം കണ്ടുമുട്ടിയ ആ സത്രത്തിൽ ഒളിച്ചിരിക്കാൻ ഡെയറോൺ തീരുമാനിച്ചതും സ്വന്തം രാജകീയ വ്യക്തിത്വം പുറത്താരും അറിയാതിരിക്കാൻ എഗ്ഗിന്റെ തല മുഴുവനായും മുണ്ടനം ചെയ്തതും. അവൻ ഏറെ സ്നേഹിച്ച ഒരു സുഹൃത്തിനെയോ സ്വന്തം സഹോദരനെയോ പോലെ കണ്ട ആ ചെറിയ കുട്ടി തന്നെ ഇത്രയും കാലം ക്രൂരമായി വഞ്ചിച്ചുവെന്ന യാഥാർത്ഥ്യം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കവിളുകളിലൂടെ ചൂടുള്ള കണ്ണുനീർ ഒഴുകിയിറങ്ങുന്ന അവസ്ഥയിൽ തികഞ്ഞ കുറ്റബോധത്തോടെ താൻ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്നാണ് കരുതിയതെന്ന് എഗ്ഗ് ഗദ്ഗദത്തോടെ പറഞ്ഞു. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കടുത്ത ദേഷ്യത്തോടെയും വലിയൊരു സങ്കടത്തോടെയും "അതെ, തീർച്ചയായും നീ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഡങ്ക് ആക്രോശിച്ചു. ഡങ്കിന്റെ ചുവന്ന കണ്ണുകളിൽ തന്നെ പരിഹസിച്ചതിന്റെയും വഞ്ചിച്ചതിന്റെയും കടുത്ത വേദന വളരെ വ്യക്തമായി കാണാമായിരുന്നു. തനിക്ക് യാതൊരു പ്രത്യേകതയുമില്ലെന്നും സേവിക്കാൻ വേറെയാരുമില്ലായിരുന്നെങ്കിൽ നീ ഒരു കഴുതയെപ്പോലും സേവിക്കുമായിരുന്നുവെന്നും പറഞ്ഞ് ഡങ്ക് അവനെ കുറ്റപ്പെടുത്തി. പണ്ട് ഡാനി വെബ് അവതരിപ്പിച്ച സർ ആർലൻ ഓഫ് പെന്നിട്രിയോടൊപ്പം ഒരു സേവകനായി ചേർന്നപ്പോൾ അവന് തോന്നിയ ആ വലിയ അഭിമാനമെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നശിച്ചുപോയിരുന്നു. ഇപ്പോൾ താൻ വെറുമൊരു സാധാരണ പടയാളി മാത്രമാണെന്നും ഒരു പ്രഭുവിന്റെ കുടുംബത്തിലുള്ള ഈ കുട്ടിക്ക് താൻ വെറുമൊരു നേരമ്പോക്ക് മാത്രമായിരുന്നുവെന്നുമുള്ള ചിന്ത അവന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ വേഗത്തിൽ ഓടി. ഇത്രയൊക്കെയായിട്ടും തന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, മറിച്ച് സാക്ഷാൽ രാജകുമാരനാണെന്ന സത്യമറിഞ്ഞിട്ടും ഡങ്ക് അവനോട് തനിക്ക് കീഴിലുള്ള ഒരു സാധാരണ സേവകനോടൊപ്പമെന്നതുപോലെയാണ് സംസാരിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ബലറിന് അവനെ കാണണമെന്ന് അവനറിയിച്ചു. ആ വാർത്ത കേട്ടതും ഡങ്കിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവന്റെ മനസ്സിലൂടെ പല ചിന്തകളും ഒരു കൊടുങ്കാറ്റുപോലെ വേഗത്തിൽ ഓടി. അല്പം പരിഹാസത്തോടെയും എന്നാൽ വലിയൊരു നിസ്സഹായതയോടെയും "ഞാൻ ഇതിനകം ഒരു രാജകുമാരന്റെ മുഖത്ത് ചവിട്ടിയിട്ടുണ്ട്" എന്ന് ഡങ്ക് പറഞ്ഞു. "അതുകൊണ്ട് മറ്റൊരു രാജകുമാരനെ കാത്തുനിൽപ്പിക്കാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല," അവൻ വീണ്ടും പറഞ്ഞു. കാതടപ്പിക്കുന്ന ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ അവർ ആ ഇരുണ്ട ഇടനാഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ ആ വലിയ മുറിയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ബലറിനെ അവർ കണ്ടു. മറ്റ് ടാർഗറിയൻ രാജാക്കന്മാരെപ്പോലെ ക്രൂരനായ ഒരാളായിരുന്നില്ല അദ്ദേഹം, മറിച്ച് തികച്ചും വ്യത്യസ്തനായ കരുണയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡങ്ക് എഗ്ഗിനോട് കാണിക്കാത്ത വലിയൊരു ബഹുമാനത്തോടെ ആ വലിയ മനുഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ആ മുറിയിലെ തണുത്ത കാറ്റിൽ പോലും ബലറിന്റെ സാന്നിധ്യം വലിയൊരു ഭാരമായി ഡങ്കിന് അനുഭവപ്പെട്ടു. ഡങ്കിനൊരു കോപ്പ വീഞ്ഞ് പകർന്നുകൊടുക്കാൻ ബലർ പെട്ടെന്ന് എഗ്ഗിനോട് ആവശ്യപ്പെട്ടു. രാജാവിന്റെ വലങ്കൈയായ അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോഴും കടുത്ത ദേഷ്യം നിഴലിച്ചിരുന്നു. അവന്റെ മേൽ തുളുമ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വളരെ ഗൗരവത്തോടെ ബലർ പറഞ്ഞു. വളരെ ശാന്തവും എന്നാൽ ഉറച്ചതുമായ ശബ്ദത്തിൽ "അവൻ തുളുമ്പില്ല" എന്ന് ഡങ്ക് പറഞ്ഞു. "അവൻ വളരെ നല്ലൊരു കുട്ടിയാണ്, കൂടാതെ എന്റെ ഏറ്റവും മികച്ച സേവകനും. അവൻ ഒരിക്കലും യാതൊരു ദ്രോഹവും ഉദ്ദേശിച്ചിരുന്നില്ല," അവൻ വീണ്ടും പറഞ്ഞു. പണ്ട് തനിക്ക് തെറ്റുകൾ പറ്റുമ്പോൾ തന്നെ അടിക്കാൻ വന്നിരുന്ന അർലനെപ്പോലെ പുറമെ പരുക്കനായി അഭിനയിക്കുന്നുണ്ടെങ്കിലും ഡങ്കിന്റെ ഉള്ളിൽ വളരെ മൃദുലമായ ഒരു ഹൃദയമുണ്ടായിരുന്നു. അവൻ പുറമെ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ അവനൊരു നല്ല മനുഷ്യനും മികച്ചൊരു പടയാളിയുമായിരുന്നു. ഡങ്കിന്റെ വാക്കുകളോടൊട്ടും യോജിക്കാതെ ടാൻസെലിനെ രക്ഷിക്കാൻ ഏഗോൺ തന്റെടുത്തായിരുന്നു വരേണ്ടിയിരുന്നതെന്ന് വളരെ ഗൗരവത്തോടെ ബേലോർ പറഞ്ഞു.
രാജകുമാരനായ ഏഗോണിനെ ആ മുറിയിൽ നിന്നും അദ്ദേഹം പെട്ടെന്ന് പുറത്താക്കി. തന്റെ കൂർത്ത കണ്ണുകൾ കൊണ്ട് ഡങ്കിനെ തുളച്ചുകയറുന്നതുപോലെ നോക്കിക്കൊണ്ട് ബേലോർ ചോദിച്ചു, അവൻ യഥാർത്ഥത്തിൽ എത്രത്തോളം മികച്ച ഒരു പടയാളിയാണെന്ന്. ആ ചോദ്യം കേട്ട് ഡങ്കിന്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. വിറയ്ക്കുന്ന ശബ്ദത്തോടെ തന്റെ കഴിവുകളെക്കുറിച്ച് അവൻ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെതിരെയുള്ള കുറ്റങ്ങളുടെ വലിയൊരു നിര തന്നെ ബലർ എടുത്തു പറഞ്ഞു. ഏരിയന്റെ മുഖത്ത് ചവിട്ടിയതിനു പുറമെ ഏഗോണിനെ തട്ടിക്കൊണ്ടുപോയെന്ന വലിയൊരു കുറ്റം കൂടി ഡെയറോൺ ഇപ്പോൾ ഡങ്കിന്റെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണെന്ന സത്യം കേട്ടപ്പോൾ അവന്റെ രക്തം തണുത്തുറഞ്ഞുപോയി. അതിനേക്കാളുപരി ഒരു പാവനാടകത്തിലൂടെ സാക്ഷാൽ ഒരു ഡ്രാഗനെ കൊല്ലുന്നത് കാണിച്ചുകൊണ്ട് ഹൌസ് ടർഗേരിയനെതിരെ ഒളിപ്പോര് നടത്തിയെന്ന വലിയ രാജ്യദ്രോഹക്കുറ്റത്തിന് ടാൻസലിനെയും അവർ പിടികൂടുമെന്ന വാർത്ത അവന്റെ ഹൃദയത്തെ തകർത്തെറിഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നതിനേക്കാൾ തനിക്കു മുന്നിലുള്ള വസ്തുതകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ബലറിനെ സംബന്ധിച്ചിടത്തോളം ഡങ്ക് ഒരു രാജകുമാരനെ ആക്രമിച്ചുവെന്നത് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. വല്ലാത്തൊരു നിസ്സഹായതയോടെയും വലിയൊരു പ്രതീക്ഷയോടെയും നിരപരാധികളെ സംരക്ഷിക്കുമെന്ന ഒരേ സത്യപ്രതിജ്ഞയല്ലേ എല്ലാ പടയാളികളും എടുക്കുന്നതെന്ന് ഡങ്ക് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. എന്നാൽ ആ വാക്കുകൾക്കൊന്നും ഒട്ടും വഴങ്ങാതെ, വികാരങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത ആ കരിങ്കൽ അറയുടെ തണുപ്പിൽ നിന്നുകൊണ്ട് ബേലോർ വീണ്ടും പറഞ്ഞു, ഒരു വിചാരണ നേരിടേണ്ടി വന്നാൽ തീർച്ചയായും ഡങ്കിന്റെ ഒരു കൈയും ഒരു കാലും അവർ വെട്ടിമാറ്റുമെന്ന്. പക്ഷേ അവിടെ അവന് മുന്നിൽ മറ്റൊരു വഴി കൂടിയുണ്ടായിരുന്നു. അത് പൂർണ്ണമായും അവൻ യഥാർത്ഥത്തിൽ എത്രത്തോളം മികച്ച ഒരു പടയാളിയാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അർത്ഥഗർഭമായൊരു നോട്ടത്തോടെ ബലർ പറഞ്ഞു നിർത്തിയപ്പോൾ ആ മുറിയിലെ കാറ്റിനുപോലും വല്ലാത്തൊരു ഭാരം തോന്നി. വലിയ ദർബാർ ഹാളിലെ കഴിഞ്ഞ തവണ താൻ ക്രൂരമായി മർദ്ദിച്ച ഏരിയനെ തന്നെ നേരിടാമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനായി താൻ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണെന്ന് ഭയമില്ലാതെ ഡൻകനാണ് സദസ്സിനോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ആ വാക്കുകൾ കേട്ടതും ആ മങ്ങിയ വെളിച്ചത്തിൽ പോലും ഏരിയനിന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീഴുന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു. തന്റെ അവകാശവാദത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ അവന് ആ വെല്ലുവിളി നിരസിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന വലിയ സത്യം അവനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അതിനാൽ തന്റെ ഉള്ളിലെ ഭയം പുറത്തുകാണിക്കാതെ വളരെ തന്ത്രപരമായി അവനാണ് പുരാതനമായ ആ വലിയ നിയമം എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറഞ്ഞത്. അതൊരു സാധാരണ ദ്വന്ദ്വയുദ്ധമായിരിക്കില്ലെന്നും മറിച്ച് 7 പേർ പങ്കെടുക്കുന്ന വലിയൊരു പോരാട്ടമായിരിക്കുമെന്നും ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ആൻഡൽസിന്റെ കാലം മുതൽ കടൽ കടന്നുവന്ന ആ പഴയ നിയമപ്രകാരം 7 വീരന്മാരായ പോരാളികൾ ഇരുവശത്തുമായി അണിനിരന്ന് യുദ്ധം ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു അത്. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി അവനെ ശിക്ഷിക്കാനും വേണ്ടി നടത്തുന്ന അതിക്രൂരമായ ആ പോരാട്ടത്തിന്റെ പേര് കേട്ടപ്പോൾ ആ വലിയ ഹാളിന്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ച ആ പ്രഖ്യാപനം സദസ്സിലാകെ വലിയൊരു ഭയം സൃഷ്ടിക്കുകയും അവരുടെ ശ്വാസഗതിയെപ്പോലും നിശ്ചലമാക്കുകയും ചെയ്തു. സിംഹാസനത്തിനു സമീപം ഗാംഭീര്യത്തോടെ നിന്നിരുന്ന മേഗറിന്റെ മുഖത്ത് കടുത്ത അസംതൃപ്തി നിഴലിച്ചിരുന്നു. ഏരിയന്റെയും ഏഗോന്റെയും പിതാവായ അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സ്വന്തം മകനായ ഏരിയന് ആ വലിയ പടയാളിയായ ഡൻകനെ ഒറ്റയ്ക്ക് നേരിടാൻ ശരിക്കും ഭയമുണ്ടെന്ന് അദ്ദേഹം വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. എന്നാൽ തന്റെ ഭീരുത്വം മറച്ചുവെക്കാൻ വേണ്ടി ഒട്ടും പതറാതെ വളരെ തന്ത്രപരമായാണ് തനിക്കുള്ള ന്യായീകരണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. തന്റെ സഹോദരനായ ഡെയറോണിനും ഈ പടയാളിയിൽ നിന്നും വലിയ അപമാനവും ക്രൂരതയും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അതിനാൽ തങ്ങൾക്കെല്ലാവർക്കും എതിരെ ചെയ്ത വലിയ കുറ്റങ്ങൾക്ക് ഡൻകന് തീർച്ചയായും വലിയ വില നൽകേണ്ടിവരുമെന്നും അവൻ സദസ്സിനോട് വിളിച്ചു പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടതും ഡൻകനിന്റെ ശരീരമാസകലം ഒരു വലിയ തണുപ്പ് പടർന്നുകയറി. തന്നെ കാത്തിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആഴം അവനു പതിയെ മനസ്സിലാകാൻ തുടങ്ങി. പുതിയ നിയമപ്രകാരം തന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ കഴിവുറ്റ മറ്റ് 6 പടയാളികളെ കൂടി അവൻ ഉടൻ തന്നെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ നഗരത്തിൽ അവന് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന കൊടും സത്യം അവനെ കൂടുതൽ നിസ്സഹായനാക്കി. അഥവാ തനിക്കൊപ്പം നിൽക്കാൻ 6 പടയാളികളെ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ താൻ അപ്പോൾ തന്നെ പൂർണ്ണമായും കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെടുമെന്ന ഭയാനകമായ സത്യം ആ വലിയ ഹാളിന്റെ തണുത്ത തറയിൽ അവനെ തളർത്തിക്കളഞ്ഞു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ നാളെ തന്റെ അവസാന ദിവസമായിരിക്കുമെന്ന ചിന്തയോടെ കൂരിരുട്ടിൽ മഴത്തുള്ളികൾ വീണുതെറിക്കുന്ന ചെളിനിറഞ്ഞ പാതയിലൂടെ അവൻ മുന്നോട്ടു നീങ്ങുമ്പോൾ ഹൃദയത്തിലെ ഭയം അവന്റെ സിരകളിലൂടെ ഒരു തണുത്ത രക്തം പോലെ വേഗത്തിൽ ഓടി. അപ്പോഴാണ് ആ കൂരിരുട്ടിൽ നിന്ന് മഴയെ പ്രതിരോധിക്കാൻ ഒരു വലിയ കുപ്പായം ധരിച്ചുകൊണ്ട് റേമൺ ഫോസോവെ ഒരു രക്ഷകനെപ്പോലെ അവന്റെ മുന്നിലേക്ക് വന്നത്. കനത്ത മഴയുടെ ഇരമ്പൽ വകവയ്ക്കാതെ അദ്ദേഹം ഡങ്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടാൻസലിനെ അവർ ഉപദ്രവിച്ചതെല്ലാം നേരിട്ട് കണ്ട സർ സ്റ്റെഫോൺ ഫോസോവെ അവിടേക്ക് വരികയും താൻ ഡങ്കിനൊപ്പം നിൽക്കുമെന്ന് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഡങ്കിന്റെ കണ്ണുകളിൽ അത്ഭുതവും ഭയവും ഒരുമിച്ച് നിഴലിച്ചു. അതിശക്തരായ ടാർഗറിയൻ കുടുംബത്തിനെതിരെ നീങ്ങുന്നത് ശരിയല്ലെന്ന് വളരെ ആശങ്കയോടെ ഡങ്ക് പറഞ്ഞു. യാതൊരു ഭയവുമില്ലാതെ സ്റ്റെഫോൺ ഫോസോവെ അവനോട് ചോദിച്ചു, ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ഡ്രാഗൺ പോലുമില്ലെന്ന് നിനക്കറിയില്ലേ എന്ന്. സാക്ഷാൽ ടാർഗറിയൻ രാജവംശം വരുന്നതിനും എത്രയോ കാലം മുൻപുതന്നെ തങ്ങളുടെ കുടുംബം വെസ്റ്ററോസിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞു.
മരണമില്ലാത്ത വീരന്മാരാകാൻ ആഗ്രഹിക്കുന്ന മറ്റ് 5 പടയാളികളെ കൂടി തങ്ങൾക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ കൂടാരത്തിലെ തണുത്ത കാറ്റിനെപ്പോലും ചൂടുപിടിപ്പിച്ചു. കാരണം 100 വർഷങ്ങൾക്കിപ്പുറം ഒരു ഡ്രാഗൺ പോലുമില്ലാത്ത ഈ കാലത്ത് ടാർഗറിയൻ കുടുംബത്തിന്റെ പഴയ പ്രതാപമെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നുവെന്ന വലിയ സത്യം ആ രാത്രിയിലെ മഴയുടെ ശബ്ദത്തേക്കാൾ ശക്തമായി അവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. സ്റ്റെഫോൺ ചില പുതിയ പേരുകൾ മുന്നോട്ടുവച്ചപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് അല്പം ശാന്തമായി. തങ്ങളോടൊപ്പം പോരാടാൻ കഴിവുള്ളവരായി സർ ലയണൽ ബറാത്തിയോണിനെയും ലോർഡ് ലാനിസ്റ്ററിനെയും സർ ഓത്തോയെയും വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവരിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾ യഥാർത്ഥത്തിൽ ടൈബോൾട്ട് ലാനിസ്റ്ററും ഓത്തോ ബ്രാക്കനുമായിരുന്നുവെന്നത് ആ കൂടാരത്തിലെ തണുത്ത കാറ്റിനുപോലും അറിയാമായിരുന്നു. ടൈവിൻ ലാനിസ്റ്ററിന്റെ പിതാവായ ടൈബോസ് ലാനിസ്റ്ററിന്റെ അമ്മാവനായിരുന്നു ടൈബോൾട്ട്, അതായത് ജെയ്മിയുടെയും സെർസിയുടെയും ടൈര്യണിന്റെയും പിതാവിന്റെ കുടുംബം. അതുപോലെ തന്നെ ഓത്തോ എന്നത് സാക്ഷാൽ ബ്രൂട്ട് ഓഫ് ബ്രാക്കനായിരുന്നു. അങ്ങനെയുള്ള ഈ 3 മികച്ച പോരാളികളെ ലഭിക്കുന്നത് തീർച്ചയായും ഇവരുടെ എണ്ണം വെറും 5 പേർ മാത്രമാകുമെങ്കിലും ആ കൂരിരുട്ടിൽ മഴയത്ത് കുതിരകളോട് സംസാരിച്ചു നിന്നതിനേക്കാൾ വലിയൊരു പ്രതീക്ഷയാണ് ഡങ്കിന് നൽകിയത്. എരിയുന്ന വിറകുകളുടെ ശബ്ദങ്ങൾക്കിടയിൽ ഡങ്കിന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ഉറച്ച ശബ്ദത്തിൽ തന്റെ കാവലിൽ നിൽക്കുമ്പോൾ താങ്കൾ ഒരിക്കലും മരിക്കുകയില്ലെന്ന് സ്റ്റെഫോൺ പറഞ്ഞു. ആ വലിയ വാഗ്ദാനം നൽകിയ ശേഷം ബാക്കിയുള്ള പടയാളികളെ കണ്ടെത്താനായി അദ്ദേഹം ആ മഴയത്ത് ഇരുട്ടിലേക്ക് നടന്നുപോയപ്പോൾ എല്ലാം വളരെ നന്നായി നടക്കുമെന്ന് തോന്നിയെങ്കിലും അവിടെയുണ്ടായിരുന്ന റെയ്മുന് ഇതിലൊന്നും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പകരം അവിടെ നിന്നും എത്രയും വേഗം ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോടെ ഡങ്കിനോട് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോൾ താൻ വെറുമൊരു സാധാരണക്കാരനാണെന്നുള്ള സത്യമോർത്ത് തന്റെ സ്ഥാനമെന്താണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നുവെന്ന് പറഞ്ഞ് ഡങ്ക് അഗാധമായ നിരാശയിലേക്ക് വീണു. എന്നാൽ പെട്ടെന്ന് ആ കൂടാരത്തിന്റെ തുണി വകഞ്ഞുമാറ്റി തണുത്ത കാറ്റിനൊപ്പം ആ ചെറിയ രാജകുമാരനായ എഗ് അവിടേക്ക് കടന്നുവന്നു. വരാനിരിക്കുന്ന ആ വലിയ പോരാട്ടത്തിൽ താങ്കൾക്ക് തീർച്ചയായും തന്റെ സേവകനെ ആവശ്യമായി വരുമെന്ന് അവൻ വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞു. ആ കൂടാരത്തിലെ നേരിയ വെളിച്ചത്തിൽ മറ്റൊരു രൂപം കൂടി ഇരുട്ടിൽ നിന്നും പതിയെ മുന്നോട്ടുവന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡെയറോണായിരുന്നു. ആ മുഖം കണ്ടയുടനെ ഡങ്കിന്റെ സിരകളിലൂടെ കൊടുംകോപം തിളച്ചുമറിയുന്ന രക്തമായി. പരമ്പരയുടെ തുടക്കത്തിൽ ആ സത്രത്തിൽ വെച്ച് ടാർഗറിയൻ സ്വർണം നൽകി പ്രവചനങ്ങൾ വിളിച്ചുപറഞ്ഞ അതേ മദ്യപാനിയായ മനുഷ്യൻ തന്നെയാണ് തനിക്കു മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് വളരെ വേഗത്തിൽ മനസ്സിലായി. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആ ടാർഗറിയൻ രാജകുമാരനെ തറയിലേക്ക് വലിച്ചിട്ട് മൂർച്ചയുള്ള ഒരു കഠാര അവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ ആ വലിയ മരണഭയത്തിനു മുന്നിൽ പോലും ഡെയറോണിന്റെ കണ്ണുകളിൽ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അല്പനേരത്തെ കൊടും പിരിമുറുക്കത്തിനുശേഷം വല്ലാത്തൊരു വിമ്മിട്ടത്തോടെ ഡങ്ക് അവനെ സ്വതന്ത്രനാക്കിയപ്പോൾ വളരെ ഗൗരവത്തോടെ എഗ് ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. കുറ്റപ്പെടുത്തുന്നവരുടെ പക്ഷത്തു ചേർന്ന് സാക്ഷാൽ മൈക്കറും ആ വലിയ പോരാട്ടത്തിൽ പങ്കെടുക്കുമെന്ന ആ വാർത്ത ഡങ്കിന്റെ ഹൃദയത്തിൽ വലിയൊരു ഇടിത്തീ പോലെയാണ് വന്നു പതിച്ചത്. എന്നാൽ വളരെ വിചിത്രമെന്നോണം കഴിഞ്ഞ അധ്യായത്തിൽ ഡങ്കിനോട് ആവശ്യപ്പെട്ടതിനു സമാനമായി ആ വലിയ പോരാട്ടത്തിൽ മനഃപൂർവ്വം തോറ്റുകൊടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഡെയറോൺ പറഞ്ഞു. താൻ വളരെ മികച്ച രീതിയിൽ യുദ്ധം ചെയ്യുന്നതുപോലെ അഭിനയിക്കാമെന്നും ആ സമയത്ത് തന്റെ ശിരസിലെ ലോഹത്തൊപ്പിയിൽ ഡങ്കിന് ശക്തിയായി അടിക്കാമെന്നും അവൻ നിർദ്ദേശിച്ചു. അത് വലിയൊരു ശബ്ദമുണ്ടാക്കണമെന്നും എന്നാൽ അധികം ഉച്ചത്തിലാകരുതെന്നും വളരെ ലാഘവത്തോടെ ഡെയറോൺ പറഞ്ഞു. വീണ്ടും ഹൃദയം തകർക്കുന്ന മറ്റൊരു വാർത്ത കൂടി എഗ് അവരോട് പങ്കുവച്ചു. രാജാവിന്റെ സ്വന്തം കാവൽക്കാരായ കിങ്സ്ഗാർഡിലെ 3 പേർ കൂടി ആ കൊടിയ പോരാട്ടത്തിൽ തങ്ങൾക്കെതിരെ അണിനിരക്കുമെന്ന സത്യം അവൻ വളരെ പതുക്കെയാണ് പുറത്തു പറഞ്ഞത്. എന്നാൽ ആ വലിയ പ്രതിസന്ധിയിലും ഡങ്കിനെ സഹായിക്കാനായി മറ്റു പടയാളികളെ കണ്ടെത്താൻ താൻ തന്നെ നേരിട്ടിറങ്ങാമെന്ന് ആ ചെറിയ കുട്ടി ഉറപ്പോടെ പറഞ്ഞു. സ്വന്തം സഹോദരനായ ഏരിയനെതിരെ തിരിയാൻ തക്കവണ്ണം എന്ത് വിദ്വേഷമാണ് ഈ ചെറിയ കുട്ടിയുടെ മനസ്സിലുള്ളതെന്ന് ചിന്തിച്ചപ്പോൾ ഡങ്കിന്റെ മനസ്സിലൂടെ പല ചോദ്യങ്ങളും വേഗത്തിൽ ഓടി. അപ്പോൾ പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദത്തെപ്പോലും നിശ്ചലമാക്കുന്നത്ര ഭയാനകമായ ഒരു ഓർമ്മ എഗ് വളരെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ വിവരിക്കാൻ തുടങ്ങി. രാത്രിയുടെ ഇരുളിൽ താൻ തനിച്ചുറങ്ങുന്ന മുറിയിലേക്ക് ഏരിയൻ രഹസ്യമായി കടന്നുവരുമായിരുന്നുവെന്ന് അവൻ പറഞ്ഞു. തന്റെ ഇരുകാലുകൾക്കുമിടയിൽ മൂർച്ചയുള്ള ഒരു കത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്കൊരുപാട് സഹോദരന്മാരുണ്ടെന്ന് അവൻ ക്രൂരമായി പറയുമായിരുന്നു. ഏതെങ്കിലും ഒരു രാത്രിയിൽ ആ കത്തികൊണ്ട് പെണ്ണാക്കി മാറ്റുമെന്നും അതിനുശേഷം അവന് തന്നെ വിവാഹം കഴിക്കാമെന്നും അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ക്രൂരനായ സഹോദരൻ നൽകിയ ആ കൊടിയ മാനസിക പീഡനത്തിന്റെ ഭയം എഗ്ഗിന്റെ നിറകണ്ണുകളിൽ വളരെ വ്യക്തമായി കാണാമായിരുന്നു. ഒരു ടാർഗറിയൻ രാജകുമാരൻ അനുഭവിച്ച ഈ കൊടിയ ക്രൂരത കേട്ടപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് പോലും നിലച്ചുപോകുന്നതുപോലെ അവന് തോന്നി. ഇത് കേട്ട് കൂടാരത്തിലെ തണുത്ത നിലത്ത് നിസ്സഹായനായി ഇരിക്കുകയായിരുന്ന ഡെയറോണും ആ വാക്കുകൾ ശരിവെച്ചു. ഏരിയൻ തികഞ്ഞ ഒരു രാക്ഷസനാണെന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. തുടർന്ന് പുറത്തെ കാറ്റിന്റെ ഭയാനകമായ ഇരമ്പലിനിടയിൽ ഡങ്കിനോട് മാത്രമായി രഹസ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. വിറയ്ക്കുന്ന നിശ്വാസത്തോടെ കണ്ണുകളിലെ വല്ലാത്തൊരു ശൂന്യതയോടെ ഡെയറോൺ മെല്ലെ സംസാരിച്ചു തുടങ്ങി. താൻ താങ്കളെ സ്വപ്നം കണ്ടിരുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ പണ്ട് ആ സത്രത്തിൽ വെച്ചും നീ ഇതുതന്നെ പറഞ്ഞിരുന്നുവെന്ന് ഡങ്ക് വളരെ ഗൗരവത്തോടെ അവനെ ഓർമ്മിപ്പിച്ചു. താങ്കളെ താൻ കണ്ടുവെന്നും ഒപ്പം വലിയൊരു തീജ്വാലയും പിന്നെ ജീവനറ്റ വലിയൊരു ഡ്രാഗനെയും താൻ കണ്ടുവെന്നും അവൻ പറഞ്ഞു. ആ പുൽമേടിനെ മുഴുവനായും മൂടാൻ തക്കവണ്ണം
വലിപ്പമുള്ള ചിറകുകളുള്ള ഒരു ഭീമാകാരനായ മൃഗമായിരുന്നു അതെന്നും ആ വലിയ രൂപം താങ്കളുടെ മുകളിലേക്ക് വലിയ ശബ്ദത്തോടെ വീണുവെന്നും അവൻ വല്ലാത്തൊരു നടുക്കത്തോടെ പറഞ്ഞു. എന്നാൽ ആ വലിയ ഭാരത്തിനടിയിലും താങ്കൾക്ക് ജീവനുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ കൊടിയ ഭീകരനായ ഡ്രാഗൺ പൂർണ്ണമായും ചത്തൊടുങ്ങിയിരുന്നുവെന്നും അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലായി. അവന്റെ സിരകളിലൂടെ അജ്ഞാതമായ ഭയത്തിന്റെ ഒരു കൊടും തണുപ്പ് വേഗത്തിൽ ഓടി. അത്രമാത്രം കാര്യങ്ങൾ മാത്രമേ ആ ഭയാനകമായ സ്വപ്നത്തെക്കുറിച്ച് ഡേറോണിന് അറിയാമായിരുന്നുള്ളൂ. ഒരു കാലത്ത് ലോകം മുഴുവൻ വിറപ്പിച്ചിരുന്ന സാക്ഷാൽ ടാർഗറിയൻ രാജവംശം എന്ന വലിയ ശക്തി ഇന്ന് വെറും സാധാരണക്കാരായ യാതൊരു പ്രതാപവുമില്ലാത്ത വെറും മനുഷ്യരായി മാറിയെന്നോർത്ത് വലിയൊരു നെടുവീർപ്പോടെ അവൻ സങ്കടപ്പെട്ടു. ഒരു കാലത്ത് ആകാശത്തു പാറനടന്നിരുന്ന ആ വലിയ ജീവികളുടെ പൂർണ്ണ യജമാനന്മാരായിരുന്ന തങ്ങൾ ഇന്നെവിടെയെത്തി നിൽക്കുന്നുവെന്ന ചിന്ത ആ കൂടാരത്തിലെ എല്ലാവരിലും വലിയൊരു ശൂന്യത പടർത്തി. യഥാർത്ഥത്തിൽ ചിറകുള്ള ഭീമാകാരന്മാരായ മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും മറിച്ചു വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ പ്രതീകാത്മകമായ രൂപത്തിലാണ് അതൊക്കെ പറയപ്പെടുന്നതെന്നുമുള്ള സത്യം ആ ഇടിമുഴക്കങ്ങൾക്കിടയിലും ഹൃദയം തകർക്കുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി അവിടെ ആ കൂരിരുട്ടിൽ അവശേഷിച്ചു. ആർത്തലച്ചു പെയ്യുന്ന കനത്ത മഴയിൽ ആ ഇരുളടഞ്ഞ പാതയിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കുമ്പോൾ ഡങ്കിന്റെ ശരീരമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ആ ചളിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഫ്ലോറിയൻ ദ ഫൂളിന്റെ പാവയുടെ തല അവന്റെ കണ്ണിൽപ്പെട്ടത്. ആ കാഴ്ച കണ്ടയുടനെ ഒരു വലിയ നടുക്കത്തോടെ അവന്റെ ശ്വാസഗതി വേഗത്തിലാകുകയും ഹൃദയഭേദകമായ പല ഓർമ്മകളും അവന്റെ മനസ്സിലൂടെ ഒരു കൊടുങ്കാറ്റുപോലെ അതിവേഗം ഓടിയെ. അവനവിടെ തകർന്നു നിൽക്കുമ്പോഴാണ് ഇരുട്ടിൽ നിന്നും വലിയ കാലച്ചകളോടെ സ്റ്റീലി പെയ്റ്റ് അവിടേക്ക് കടന്നുവന്നത്. അയാളുടെ പരുക്കൻ കൈകളിൽ വലിയൊരു പരിച ഭദ്രമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ആ പരിച ഡങ്കിന് നേരെ നീട്ടി. വളരെ ദൂരെയുള്ള ഡോണിലേക്ക് പോകുന്നതിനു മുൻപായി ടാൻസൽ ആ പരിചയുടെ എല്ലാ പണികളും പൂർത്തിയാക്കിയിരുന്നുവെന്ന സത്യം അയാൾ വളരെ പതുക്കെ വെളിപ്പെടുത്തി. പോയവരെക്കുറിച്ച് നമ്മൾ എത്രയും വേഗം മറക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് വളരെ ഗൗരവത്തോടെ സ്റ്റീലി പെയ്റ്റ് പറഞ്ഞു. അവനെപ്പോഴും ആഗ്രഹിച്ചതുപോലെ തന്നെ ഉറച്ചുനിൽക്കുന്ന ഒരു വലിയ മരവും തിളങ്ങുന്ന ഒരു വാൽനക്ഷത്രവും അതിമനോഹരമായൊരു സൂര്യാസ്തമയവും ആ പരിചയിൽ വളരെ സൂക്ഷ്മമായി വരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വശങ്ങൾ ഇരുമ്പുകൊണ്ട് കൂടുതൽ ശക്തമാക്കിയതിനാൽ ഡങ്കിന്റെ കൈകളിലേക്ക് അത് വാങ്ങിയപ്പോൾ വലിയൊരു ഭാരം അവന് അനുഭവപ്പെട്ടു. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൊടും നിരാശയിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം പോലും ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞില്ല. അതിലെ വാൽനക്ഷത്രത്തെ ആകാശത്തുനിന്നും താഴേക്ക് പതിക്കുന്ന ഒരു നക്ഷത്രമായും സൂര്യാസ്തമയത്തെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഭയാനകമായ രാത്രിയുടെ തുടക്കമായും മാത്രമാണ് ഡങ്ക് കണ്ടത്. അവന്റെ ആ വലിയ ശൂന്യത മനസ്സിലാക്കിയ സ്റ്റീലി പെയ്റ്റ് ആ പരിചയിലെ മരം ഇപ്പോഴും ജീവനോടെയാണുള്ളതെന്നും അതിലെ ഇലകൾക്ക് എത്രമാത്രം പച്ചപ്പുണ്ടെന്ന് സൂക്ഷിച്ചു നോക്കാനും വളരെ ശാന്തതയോടെ അവനോട് പറഞ്ഞു. തുടർന്ന് ആ മങ്ങിയ വെളിച്ചത്തിൽ പരിചയെക്കുറിച്ചുള്ള ആ പഴയ കവിത ഓർമ്മയുണ്ടോ എന്ന് സ്റ്റീലി പെയ്റ്റ് ചോദിച്ചു. ഓക്കും ഇരുമ്പും എന്നെ നന്നായി കാക്കട്ടെയെന്ന് അയാൾ പകുതി പറഞ്ഞപ്പോൾ തന്നെ തന്റെ ഉള്ളിലെ വലിയൊരു ശൂന്യതയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ മരിച്ച് നരകത്തിൽ പോകുമെന്ന് വളരെ നിസ്സംഗതയോടെ ഡങ്ക് പറഞ്ഞു. വെസ്റ്ററോസിലെ ജീവിതം ഒരിക്കലും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു സ്ഥലമല്ലെന്ന കൊടിയ സത്യം ആ ഇടിമുഴക്കങ്ങൾക്കിടയിലും അവിടെ പ്രതിധ്വനിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആ പരിച കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിയിട്ടും തനിക്ക് പകരമായി വെറുമൊരു ചെമ്പ് നാണയം മാത്രം മതിയെന്ന് സ്റ്റീലി പെയ്റ്റ് വളരെ വിനയത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഡങ്കിന്റെ തണുത്തുറഞ്ഞ ഹൃദയത്തിൽ ചെറിയൊരു ചൂട് പടർന്നു. നാളെ നടക്കാൻ പോകുന്ന ആ കൊടും പോരാട്ടത്തിൽ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും ചുറ്റുമുള്ള ചിലരിലെങ്കിലും ചെറിയൊരു മാറ്റവും പ്രചോദനവും ഉണ്ടാക്കാൻ തനിക്ക് കഴിഞ്ഞുവല്ലോ എന്ന വലിയൊരു ആശ്വാസം അവന്റെ വിറയ്ക്കുന്ന സിരകളിലൂടെ ഒരു പുത്തൻ ജീവനായി മാറി. രാത്രിയുടെ കൂരിരുട്ട് പതിയെ മാഞ്ഞു തുടങ്ങുകയും പ്രഭാതത്തിന്റെ മങ്ങിയ വെളിച്ചം പടരുകയും ചെയ്തപ്പോൾ ആ കൊടും തണുപ്പിൽ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പരിച മുറുകെ പിടിച്ച് ഡങ്ക് മുന്നോട്ട് നടന്നപ്പോൾ അവന്റെ കാൽവൈബുകൾ മഞ്ഞുമൂടിയ പുല്ലുകളിൽ ഒരു വലിയ ശബ്ദമായി പ്രതിധ്വനിച്ചു. തന്നെ സഹായിക്കാൻ തയ്യാറായി വന്ന പടയാളികൾക്ക് മുന്നിലെത്തിയപ്പോൾ ചെറിയൊരു ആശ്വാസം അവന്റെ സിരകളിലൂടെ വേഗത്തിൽ ഓടി. അവിടെ കടുത്തൊരു പകയോടെ സർ ഹംഫ്രി ഹാർഡിംഗ് നിൽപ്പുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ തന്റെ കുതിരയെ കൊന്നതിനും സ്വന്തം കാലൊടിച്ചതിനും ക്രൂരനായ ഏരിയനോട് അദ്ദേഹത്തിന് വലിയൊരു പ്രതികാരം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലായി കിരീടം ദൈവങ്ങൾക്കെതിരെ തിരിയുമ്പോൾ താൻ എപ്പോഴും കിരീടത്തിനെതിരെ തിരിയുമെന്ന് വളരെ ഗൗരവത്തോടെ മുമ്പ് കുഞ്ഞായ എഗ്നോട് പറഞ്ഞിരുന്ന സർ റോബിൻ റൈസ്ലിംഗ് അതിയായ ഗാംഭീര്യത്തോടെ നിന്നു. അവർക്ക് പുറമെ കിങ്സ്ഗാർഡിലെ പടയാളികളുടെ രക്തം വീഴ്ത്താൻ മാത്രമായി കടുത്ത ആവേശത്തോടെ ലിയോണൽ ബറാത്തിയോണും അവിടെയുണ്ടായിരുന്നു. എന്നാൽ അവിടെ സർ സ്റ്റെഫോണിനെ കാണാതിരുന്നപ്പോൾ ഡങ്കിന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും വേഗത്തിൽ ഓടി. യഥാർത്ഥത്തിൽ ഈ വീരന്മാരായ പടയാളികളെയൊക്കെയും വിളിച്ചുകൊണ്ടുവന്നത് സർ സ്റ്റെഫോൺ അല്ലെന്നും മറിച്ച് ആ ചെറിയ കുട്ടി രാജകുമാരനായ എഗ്ഗാണെന്നുമുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഡങ്കിന്റെ ഹൃദയമിടിപ്പ് വലിയ തോതിൽ വർദ്ധിച്ചു. കടുത്ത മൂടൽമഞ്ഞുള്ള ആ ഭയാനകമായ പോരാട്ടഭൂമിയിലേക്ക് ഡങ്ക് വളരെ ഭാരമുള്ള കാൽവയ്പുകളോടെ കടന്നുചെന്നു. മൈതാനമാകെ മൂടി നിൽക്കുന്ന ആ ഭയാനകമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് രാജകീയമായ വലിയ കുതിരപ്പുറത്ത് കിങ്സ്ഗാർഡിന്റെ അകമ്പടിയോടെ ടാർഗറിയൻ രാജകുമാരന്മാർ അവിടേക്ക് ഗാംഭീര്യത്തോടെ പ്രവേശിച്ചു. അപ്പോഴാണ് ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യാതൊരു കുറ്റബോധവുമില്ലാതെ സർ സ്റ്റെഫോൺ മുന്നോട്ടു വരികയും
താൻ ഡങ്കിനെ പൂർണ്ണമായും വഞ്ചിച്ച് ശത്രുക്കളുടെ പക്ഷത്തേക്ക് മാറിയെന്ന കൊടും സത്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. സ്വന്തം പ്രതാപത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുന്ന അയാൾ തനിക്ക് ലഭിച്ച വലിയൊരു പ്രഭുസ്ഥാനത്തിനു പകരമായിട്ടാണ് പ്രിൻസ് ഏറിയനിന്റെയും മറ്റു കുറ്റപ്പെടുത്തുന്നവരുടെയും പക്ഷത്തേക്ക് മാറിയതെന്ന വിവരം ഡങ്കിന്റെ ഹൃദയത്തിൽ വലിയൊരു ആയുധം പോലെ ആഴത്തിൽ തറച്ചുകയറി. വളരെ മോശപ്പെട്ട ഒരു പടയാളിയായ അയാളുടെ ഈ ക്രൂരമായ വഞ്ചന കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്വാസം അല്പനേരത്തേക്ക് നിലച്ചുപോയി. ആ കൊടും തണുപ്പിലും ഈ കൊടിയ ക്രൂരത ഉൾക്കൊള്ളാൻ കഴിയാതെ കടുത്ത ദേഷ്യത്തോടെ റെയ്മനും താൻ ഇനിമുതൽ അയാളുടെ സേവകനായിരിക്കില്ലെന്ന് ഉറച്ച ശബ്ദത്തിൽ അവിടെ വെച്ച് പറഞ്ഞു. ഈ വലിയ വഞ്ചനയോടെ ഏരിയന്റെ പക്ഷത്ത് പോരാടാൻ 7 വലിയ പടയാളികൾ പൂർണ്ണമായും അണിനിരന്നു കഴിഞ്ഞു. എന്നാൽ ഡങ്കിന്റെ പക്ഷത്ത് കേവലം 5 പേർ മാത്രമായി ചുരുങ്ങിയെന്ന ഭയാനകമായ സത്യം അവന്റെ ശരീരത്തിലെ രക്തത്തെപ്പോലും തണുപ്പിച്ചു. ഈ വലിയ പ്രതിസന്ധിക്കിടയിലാണ് ആ തണുത്ത ചെളിയിൽ നിന്നുകൊണ്ട് റെയ്മൺ വളരെ ഗൗരവത്തോടെ ഡങ്കിനെ സമീപിച്ചത്. ആ കൊടും പോരാട്ടത്തിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയേണ്ടതിന് തന്നെ ഉടൻ തന്നെ ഒരു പടയാളിയായി പ്രഖ്യാപിക്കണമെന്ന് അവൻ ഡങ്കിനോട് പറഞ്ഞു. ഏതൊരു പടയാളിർക്കും മറ്റൊരു പടയാളിയെ അനായാസം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പഴയ നിയമം അവൻ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടതും ഡങ്കിന്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി, ഹൃദയമിടിപ്പ് ഭയാനകമായ തോതിൽ വർദ്ധിച്ചു. അവൻ വല്ലാതെ പതറിപ്പോയി. താൻ യഥാർത്ഥത്തിൽ ഒരു പടയാളിയല്ലാത്തതുകൊണ്ടുതന്നെ എങ്ങനെയാണ് മറ്റൊരാളെ ആ പദവിയിലേക്ക് ഉയർത്തുക എന്ന വലിയ ഭയം. ആ വലിയ നിശബ്ദതയിൽ അവന്റെ നെറ്റിയിലെ വിയർപ്പുതുള്ളികൾ തണുത്ത കാറ്റിൽ മരവിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വിറച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കൊടും ഭീകരതയെ ഭേദിച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തിൽ ലയോണൽ അവിടേക്ക് കടന്നുവന്നത്. ഇരുമ്പിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ തന്റെ വലിയ വാളൂരിയെടുത്ത് അദ്ദേഹം റെയ്മണിനെ അപ്പോൾ തന്നെ ഒരു പടയാളിയായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവൻ സർ റെയ്മണായി മാറിയെന്ന വലിയ സത്യം ആ മൈതാനത്ത് മുഴങ്ങിക്കേട്ടപ്പോൾ ഡങ്കിന് ചെറിയൊരാശ്വാസം ലഭിച്ചു. താൻ നേരിട്ട വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അവൻ നെടുവീർപ്പിട്ടു. എന്നാൽ ആ വലിയ പോരാട്ടം ആരംഭിക്കാനുള്ള സമയം പൂർണ്ണമായും അടുത്തുകഴിഞ്ഞിരുന്നു. ഇപ്പോഴും 6 പേർ മാത്രമുള്ള അവരുടെ പക്ഷത്ത് ഇനിയും ഒരു പടയാളിയെക്കൂടി ഉടനടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തണുത്ത ചെളിയിൽ തന്നെ തന്റെ മരണം നിശ്ചയമാണെന്ന ഭയാനകമായ സത്യം ഡങ്കിനെ വീണ്ടും വല്ലാത്തൊരിരുട്ടിലേക്ക് തള്ളിയിട്ടു. ആ കൊടും ഭീകരതയ്ക്കിടയിൽ അവനെ എപ്പോഴും നയിച്ചിരുന്ന തന്റെ പഴയ യജമാനനായ സേർ ആർലാനിന്റെ രൂപം ഒരു നിഴൽ പോലെ അവന്റെ മുന്നിൽ തെളിഞ്ഞുവന്നു. ഈ വലിയ പ്രതിസന്ധിഘട്ടത്തിൽ തന്നെ രക്ഷിക്കാൻ തക്കവണ്ണമുള്ള വലിയൊരു ഉപദേശമോ വഴിയോ ആ പഴയ പടയാളി തനിക്ക് നൽകുമെന്ന് വലിയൊരു പ്രതീക്ഷയോടെ ഡങ്ക് ആ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവനെ തീർത്തും നിരാശനാക്കിക്കൊണ്ട് ആ കൊടും തണുപ്പിൽ നിന്നുകൊണ്ട് ആ ഓർമ്മചിത്രം വെറുമൊരു നിസ്സഹായതയോടെ തന്റെ തോളുകൾ കൂട്ടിയിടിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി തന്റെ മുന്നിൽ ഒരേയൊരു വഴി മാത്രമാണുള്ളതെന്ന് മനസ്സിലാക്കിയ അവൻ സദസ്സിലിരിക്കുന്ന വെസ്റ്റ്രോസിലെ വലിയ പ്രഭുക്കന്മാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്റെ അവസാനത്തെ ശ്രമം നടത്താൻ തീരുമാനിച്ചു. അവൻ ആ വലിയ ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു. തൊണ്ടയിടറുന്ന ശബ്ദത്തിൽ പ്രഭുക്കന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഡങ്ക് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെയിരിക്കുന്ന ആർക്കും സർ ആർലൻ ഓഫ് പെന്നിട്രിയെ ഓർമ്മയുണ്ടാകില്ലെന്ന് എനിക്കറിയാമെന്ന് വലിയൊരു സങ്കടത്തോടെ അവൻ പറഞ്ഞു. എന്നാൽ താൻ അദ്ദേഹത്തിന്റെ സേവകനായിരുന്നുവെന്നും തങ്ങൾ ഒരുമിച്ച് നിങ്ങളിൽ പലരെയും സേവിച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ വലിയ മേശകളിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും നിങ്ങളുടെ ഹാളുകളിൽ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും അവൻ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും വാളും കുന്തവും ഉപയോഗിക്കാൻ മാത്രമല്ല തികഞ്ഞ അഭിമാനത്തോടെ എങ്ങനെ ഒരു പടയാളിയാകണമെന്നും അദ്ദേഹം തന്നെ പഠിപ്പിച്ചുവെന്ന് അവൻ പറഞ്ഞു. നിരപരാധികളെ സംരക്ഷിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ പടയാളിയുടെ ധർമ്മമെന്നും താൻ ആകെ ചെയ്തത് അതുമാത്രമാണെന്നും ഡങ്ക് നിറഞ്ഞ കണ്ണുകളോടെ അവരോട് പറഞ്ഞു. സ്വന്തം മക്കൾക്കു മുന്നിൽ കാണിച്ചുകൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ മാതൃകയാകാനും എഴുന്നേറ്റുവന്ന് തന്നോടൊപ്പം നിന്ന് പോരാടാനും ആ വലിയ സദസ്സിനോട് അവൻ അപേക്ഷിച്ചപ്പോൾ അവന്റെ വാക്കുകൾ ആ മൂടൽമഞ്ഞുള്ള മൈതാനത്ത് വലിയൊരു പ്രതിധ്വനിയായി മാറി. അവനെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ എന്നോർത്ത് എല്ലാവരുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി. പെട്ടെന്നാണ് ആ സദസ്സിലിരുന്ന ഏറ്റവും വലിയ പടയാളി തന്റെ അടുത്തായിരിക്കുന്ന സ്വന്തം മകന്റെ മുഖത്തേക്ക് അർത്ഥഗർഭമായി നോക്കിയത്. ഇരുമ്പുകവചങ്ങളുടെ വലിയ ശബ്ദത്തോടെ ആ വലിയ മനുഷ്യൻ പതുക്കെ എഴുന്നേറ്റുനിന്നു. സാക്ഷാൽ ബ്രൂട്ട് ഓഫ് ബ്രാക്കൻ എന്നറിയപ്പെടുന്ന വീരനായ സർ ഓത്തോ ആയിരുന്നു അത്. ഡങ്കിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആ വലിയ പോരാട്ടത്തിൽ പങ്കുചേരാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുന്ന ആ ദൃശ്യം കണ്ടപ്പോൾ സദസ്സിലാകെ വലിയൊരു പ്രതീക്ഷയുടെ അലയൊലികൾ വേഗത്തിലോടി. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ആ വലിയ ശരീരം അനങ്ങിയപ്പോൾ വളരെ ഉച്ചത്തിൽ അരോചകമായ ഒരു ശബ്ദം മാത്രമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. തങ്ങളെല്ലാവരും വിഡ്ഢികളാക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ ആ വലിയ ജനക്കൂട്ടം വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പരിഹാസച്ചിരികൾ ഡങ്കിന്റെ ഹൃദയത്തിൽ കൂർത്ത അമ്പുകൾ പോലെ ആഴത്തിൽ തറച്ചുകയറുകയായിരുന്നു. തന്റെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും അണഞ്ഞുപോയെന്ന കൊടും സത്യം മനസ്സിലാക്കിയ അവൻ കടുത്ത നിരാശയോടെയും വലിയൊരു ദേഷ്യത്തോടെയും സദസ്സിനു നേരെ തിരിഞ്ഞു. വെസ്റ്ററോസിലെ ഉന്നത കുലജാതരായ പ്രഭുക്കന്മാരുടെ ധീരത മുഴുവനായും നശിച്ചുപോയോ എന്ന് അവൻ ഉച്ചത്തിൽ ചോദിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ യഥാർത്ഥമായ ഒരു പടയാളി പോലുമില്ലേ എന്ന് അവൻ വീണ്ടും ചോദിച്ചു. ആ ചോദ്യം ആ തണുത്ത കാറ്റിൽ വലിയൊരു വിലാപം പോലെ പ്രതിധ്വനിച്ചു. നിരാശയുടെ ആ കൊടുമിരുട്ടിലാണ് പെട്ടെന്ന് പോരാട്ട മൈതാനത്തിന്റെ വലിയ മരവാതിലുകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും തുറക്കപ്പെട്ടത്.
അതിഗംഭീരമായൊരു കുതിരപ്പുറത്ത് സാക്ഷാൽ ബലർ അവിടേക്ക് കടന്നുവന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്വാസം അല്പനേരത്തേക്ക് നിലച്ചുപോയി. ഏഴാമത്തെ പടയാളിയായി അദ്ദേഹം ഡങ്കിനൊപ്പം ചേർന്നപ്പോൾ ആ വലിയ ജനക്കൂട്ടം ആവേശത്താൽ അലറാൻ തുടങ്ങി. എന്നാൽ ഈ കാഴ്ച കണ്ട് കടുത്ത ദേഷ്യത്താൽ വിറയ്ക്കുകയായിരുന്ന മേഗർ വളരെ പരുഷമായ ശബ്ദത്തിൽ നിങ്ങളുടെ സമനില തെറ്റിയോ എന്ന് ചോദിച്ചു. എന്റെ മകനെ ആക്രമിച്ച ഈ മനുഷ്യനെ എന്തിനാണ് സഹായിക്കുന്നതെന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു. ആ വലിയ മൈതാനത്തെ കാറ്റിനെപ്പോലും നിശ്ചലമാക്കുന്ന ശാന്തതയോടെ ഈ മനുഷ്യൻ നിരപരാധികളെയാണ് സംരക്ഷിച്ചതെന്ന് ബേലോർ പറഞ്ഞു. യഥാർത്ഥമായ ഏതൊരു പടയാളിയും ചെയ്യേണ്ടത് അതുതന്നെയാണെന്നും അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇനി സാക്ഷാൽ ദൈവങ്ങൾ തന്നെ തീരുമാനിക്കട്ടെയെന്നും അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ നൽകിയ വലിയ ആവേശത്തിൽ തന്റെ കുതിരയെ മുന്നോട്ട് നയിക്കാനായി ഡങ്ക് കടിഞ്ഞാണിൽ ശക്തിയായി പിടിച്ചപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ആ വലിയ ജീവൻമരണ പോരാട്ടത്തിന് ആ തണുത്ത മണ്ണിൽ തുടക്കമാവുകയായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.